കരങ്ങൾ കൂപ്പി പ്രത്യേകമായിട്ട് നമുക്ക് ഇന്നേ ദിവസം ഒക്ടോബർ മാസം 19-ാം തീയതി ഈശോയുടെ പീഡാസഹനത്തെയാണ് നമ്മളിന്ന് ധ്യാന വിഷയമാക്കുക. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എന്ന് നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങളും ശ്ലീവാപാത ചൊല്ലി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ അത് കാണുന്നുണ്ട്. ഈശോയുടെ സഹനങ്ങളെ ധ്യാന വിഷയമാക്കാം. ഒരുപക്ഷെ ജപമാലയുടെ രഹസ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന, സങ്കടങ്ങളുടെ രാത്രികളിലൂടെ കടന്നു പോകുന്നവർക്ക് വലിയൊരു ആശ്വാസം ഈ ദിവ്യരഹസ്യമാണ്. ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ വലിയൊരു ധൈര്യം ലഭിക്കുന്നത് പുരുഷൻ്റെ വഴി പ്രാർത്ഥന, ശ്ലീവാപാത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴാണ്. നമുക്കിന്ന് ഈ 19-ാം തീയതിയുടെ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന രോഗികളായിരിക്കുന്നവർ, ഒരുപാട് രീതിയിൽ സങ്കടങ്ങൾ അനുഭവിക്കുന്നവർ, അവർക്കെല്ലാം ആശ്വാസമേകുവാൻ പരിശുദ്ധ അമ്മയോട് ജപമാല രാജ്ഞിക്കൊപ്പം നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ഇന്ന് ഒന്ന് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും ഒന്ന് ചേർന്ന് നമുക്ക് പീഡിത സഭയ്ക്ക് വേണ്ടി, പീഡിപ്പിക്കപ്പെടുന്ന മക്കൾക്ക് വേണ്ടി, രോഗികൾ, പ്രത്യേകിച്ച് ആശുപത്രിയിൽ കിടക്കുന്നവർ, ക്യാൻസർ രോഗികൾ, ഹൃദയരോഗികൾ, അപകടങ്ങൾ പറ്റി മാരകമായ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗികൾ, ഹൃദയ സംബന്ധൻ്റെ ശ്വാസകോശ സംബന്ധമായ രോഗികൾ, ഉദര സംബന്ധമായ രോഗാവസ്ഥകളിൽ കഴിയുന്നവർ, ഇനിയും രോഗം നിർണ്ണയിക്കാൻ പറ്റാത്ത രീതിയിൽ വേദനിക്കുന്നവർ, കൊച്ചുകുട്ടികൾ, യുവതി യുവാക്കൾ, അതുപോലെ പ്രായമായിരിക്കുന്നവർ, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈശോയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ നൊമ്പരങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങൾക്കുമൊക്കെ ആശ്വാസമാകാൻ കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രകാരം പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ കരങ്ങൾ കൂപ്പി ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ജപമാലയുടെ രഹസ്യങ്ങളിൽ നമ്മളിപ്പോൾ മൂന്നാമതായി അല്ലെങ്കിൽ ചൊവ്വാഴ്ചകളിലും
വെള്ളിയാഴ്ചകളിലും ചൊല്ലുവാൻ സഭ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് ധ്യാന വിഷയമാക്കുക. ഈ ജപമാല രാജ്ഞിക്കൊപ്പം എന്ന ഈ ശുശ്രൂഷയിൽ നമ്മൾ പ്രത്യേകം ഇന്ന് പഠിക്കുന്നത് അല്ലെ ധ്യാന വിഷയമാക്കുന്നത്. പരിശുദ്ധ പിതാവ് ജോൺ പോൾ പാപ്പ തൻ്റെ ചാക്രിക ലേഖനത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജപമാല രഹസ്യങ്ങളുടെ രാജ്ഞി എന്ന പരിശുദ്ധമേ ഒക്ടോബർ മാസം 16-ാം തീയതി 2002 മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ച ഈ ലേഖനത്തിൽ പറയുകയാണ്, ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ സുവിശേഷങ്ങൾ വളരെ പ്രാധാന്യം നൽകുന്ന ഒരു ഭാഗമാണിത്. സുവിശേഷത്തിലേക്ക് വളരെ പെട്ടെന്ന് ഒരു വ്യക്തിയെ സുവിശേഷത്തിൻ്റെ പ്രത്യേകിച്ച് ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും വളരെ വ്യക്തമായ പഠനങ്ങൾ നൽകുന്ന ഒരു ദിവ്യരഹസ്യമാണ് ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യം എന്നുള്ളത്. അപ്പം അതിലെ 5 രഹസ്യങ്ങളും പ്രത്യേക സവിശേഷമാവിധം ചില നിമിഷങ്ങൾ നമസ്കാരത്തിൽ എടുക്കുകയാണ്. അവയെപ്പറ്റി ഹൃദയത്തിൽ ധ്യാനിക്കാൻ, അനുസരിച്ച് തുടങ്ങാൻ, ജീവിക്കാൻ വിശ്വാസികൾ എങ്ങനെ ധ്യാനങ്ങളുടെ ഒരു പരമ്പരയാണ്. അത് ഗത്സമനിൽ ആരംഭിക്കുകയാണ്. ഈശോ രക്തം വീർത്ത് പ്രാർത്ഥിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. 36 മുതലുള്ള വചനഭാഗങ്ങളിൽ 44 വരെയുള്ള വചനഭാഗത്തിൽ ഈശോ രക്തം വീർത്ത് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളിൽ ഈ 1-ാമത്തെ രഹസ്യം, പിതാവിൻ്റെ ഇഷ്ടത്തിന് തീവ്രവേദനയുടെ നിമിഷം കർത്താവ് അനുഭവിക്കുന്നത്, ശരീരത്തിൻ്റെ ദുർബലത കർത്താവ് തിരിച്ചറിയുന്നത്, തൻ്റെ മക്കളോട് പ്രാർത്ഥിക്കാൻ പറയുകയാണ്, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. സകല പ്രലോഭനങ്ങളെയും കണ്ടുമുട്ടുന്നു. ക്രിസ്തു പറയുന്ന ഒരു അതേയുണ്ട്, അതെ പിതാവേ എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ആദ്യ മാതാപിതാക്കളും സാത്താൻ അതേ പറഞ്ഞത്, അതായത് പിശാചിൻ്റെ ഇഷ്ടങ്ങൾക്ക് ആദ്യ മാതാപിതാക്കൾക്ക് അന്ന് സമ്മതം കൊടുത്തെങ്കിൽ മിശിഹാ കർത്താവ് തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമ്മതം കൊടുക്കുക. അതെ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അതാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട്, എൻ്റെ പിതാവേ ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകുമെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ, ആമേൻ പറയുക. ഈശോയുടെ ഇഷ്ടത്തിന് സമ്മതം കൊടുക്കുകയാണ്. അതാ ഗത്സമനിൽ നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിലുമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥനയുടെ വിരസത നേരിടുമ്പോൾ, അല്ലെങ്കിൽ വളരെ മടുപ്പ് നേരിടുന്ന സമയത്ത്, അലസത വരുമ്പോൾ, വിശ്വസ്തതയില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരിങ്ങനെ സഹിക്കണ സമയത്ത് അവർക്കൊന്ന് പങ്കാളികളാകാനായിട്ട് സഹനത്തിൽ, ഈശോയുടെ സഹനത്തിൽ ശിഷ്യന്മാരെ വിളിക്കുന്നുണ്ട്, സഹനത്തിലൊന്ന് പങ്കാളിയാകുക. അപ്പം നമുക്കും ചില സമയത്ത് സഹിക്കുന്നവരോട് കൂടെ സഹിക്കാനുള്ള, പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ സഹനങ്ങളൊന്നും കാണില്ല. പക്ഷെ ഒരുപാട് സഹിക്കുന്നവരുണ്ട്. അവർ ഈ ഗത്സമൻ തോട്ടത്തിൽ ഈശോ ക്ഷണിച്ചതുപോലെ നമ്മളെയൊക്കെ ഒന്ന് പറഞ്ഞു, എന്നോടൊപ്പം ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാവോ. ഞാൻ വൈദിക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഈ ആളുകൾ പ്രാർത്ഥനാ സഹായം ചോദിച്ചു വിളിക്കുന്നത് ഈ സഹനങ്ങളുടെ നിമിഷങ്ങൾ, വല്ലാതെ ഒറ്റപ്പെടുന്ന സമയത്ത്, മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി, അല്ലെങ്കിൽ ജോലി, അല്ലെങ്കിൽ വിവാഹം നടക്കാൻ, അല്ലെങ്കിൽ അതെല്ലാം ഒരു തരത്തിലുള്ള സഹനമാണ്, വീട് പണിയാൻ വേണ്ടി. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് രോഗാവസ്ഥകളിൽ വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ മാനസികമായിട്ട് വലിയ പിരിമുറുക്കത്തിലായിരിക്കുമ്പോൾ അവർക്ക് അവരുടെ ഒപ്പം ഒന്ന് കൂടത്തിൽ കൂടുക എന്നുള്ളത്, അതാണ് ഈ പ്രാർത്ഥിക്കാൻ. അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കാവോ. അല്ലെങ്കിൽ ചിലരൊരിക്കൽ പോലും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ആരോ ഫോൺ നമ്പർ കൊടുത്തിട്ട് വിളിക്കുന്നു. ഇപ്പം ഇവിടെ ശാലോമിലാണെങ്കിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, എപ്പോഴും മണിക്കൂർ ഇടപെടാതെ ആളുകൾ വിവിധമായ പ്രാർത്ഥനാ സഹായത്തിന് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പ്രയർ ഡിപ്പാർട്ട്മെൻറ്റ്, പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെ. അവരവിടെ നിന്ന് ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നു, മെസ്സേജുകൾ സ്വീകരിക്കുന്നു, അതെല്ലാം എഴുതി റെക്കോർഡാക്കുന്നു. അത് അടുത്ത നിമിഷം അവർ തന്നെ പോയിരുന്ന് ചാപ്പലുകളിൽ പോയിരുന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. ഇതല്ലേ ഈശോ തൻ്റെ സഹനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ, ഈശോ കുരിശുമരണത്തിന് തൊട്ട് മുമ്പ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാമോ. ഈ രഹസ്യത്തിൽ മാർപ്പാപ്പ പറയുകയാണ്, ഏറ്റവും മനോഹരമായ ഈ ഗത്സമൻ പ്രാർത്ഥന. അവിടെ നിന്ന് ഈശോ ഒരുങ്ങുകയാണ്. സെമിനാരിയിൽ ദൈവശാസ്ത്രം പഠിപ്പിച്ചപ്പോൾ, ഈ ഭാഗം പഠിപ്പിച്ചപ്പോൾ, അന്ന് ഞങ്ങളെ വൈദികർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട വചനം പഠിപ്പിച്ച ദൈവശാസ്ത്രം അല്ലെങ്കിൽ ബൈബിളിനെ കുറിച്ച് പഠിപ്പിച്ചവരാണ്, ശരിക്കും കർത്താവിൻ്റെ ഒരുക്കം നടന്നവിടെയാണ് ഈ ഗത്സമനിൽ. ഒരു കല്ലേറ് ദൂരം അവൻ മാറിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ശരിക്കും ഒരുങ്ങി.
ഈ സഹനങ്ങളെ നേരിടാൻ പോകുന്ന ആളുകൾ ഇങ്ങനൊരു ആത്മീയ ഒരുക്കം നടത്തണം. അവർക്ക് മറ്റുള്ളവർ ശരിക്കും പിന്തുണ കൊടുക്കണം. ഒരു ക്യാൻസർ രോഗിയെ ഒരിക്കൽ സന്ദർശിക്കാൻ പോയ ഒരു അനുഭവം ഇടവയിലായിരിക്കുമ്പോൾ, ലങ്സ് ക്യാൻസറാണ്. മരണം ഇനി അധികം താമസിയാതെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഈ അമ്മയ്ക്ക് 2 പെൺകുട്ടികളാണ്. ഈ അമ്മയെ കാണാൻ ചെന്നപ്പോൾ വളരെ ചെറുപ്പക്കാരിയായിരിക്കുന്നൊരമ്മ, കുട്ടികൾ സ്കൂളിൽ പോയ സമയത്താണ് എന്നെ വിളിച്ചത്. എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം, അച്ഛനൊന്ന് കാണാൻ വരണം. ജീവിത പങ്കാളിയുണ്ട്, 1-2 ഏറ്റവും അടുത്ത ബന്ധുക്കളുണ്ട് അവിടെ. അപ്പം എന്നെ കണ്ടപ്പോൾ ഞാൻ മുറിയിലോട്ട് കിടക്കുന്ന മുറിയിലേക്ക് ചെന്നപ്പോൾ ഈ സ്ത്രീ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നൊരു വിധത്തിൽ പറഞ്ഞു. എഴുന്നേക്കാനായിട്ട് വലിയൊരു ശ്രമം നടത്തുകയാണ്. അവസാനം ഒരു വിധത്തിൽ ഇപ്പം ഞാൻ സാരമില്ല അവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞില്ല, അച്ഛാ എനിക്ക് എഴുന്നേറ്റിരുന്ന് സംസാരിക്കണം. ഇതാണ് ഈ അസുഖത്തിൻ്റെ പ്രത്യേകത. എനിക്കൊന്ന് നന്നായിട്ട് ശ്വാസം എടുത്ത് ഒന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഒരു സങ്കടം പറയുകയാണ്. എൻ്റെ ജീവിത പങ്കാളിയും മക്കളുമൊക്കെ പുറത്തേക്ക് പോയ സമയത്ത് എൻ്റെ വീട്ടിൽ എന്തോ ഒരു വലിയ ദുർഗന്ധം വരുന്നു എനിക്ക് തോന്നി. ഞാൻ പതുക്കെ അടുക്കളയിലേക്ക് നടന്നപ്പോൾ കുനിയാനോ നിവരാനോ ഒരു ജോലി ചെയ്യാനോ അടിച്ചു വാരാനോ ഒന്നും പറ്റുന്നില്ല. സഹനീയമായ വേദന, ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക പീഡ. ഈ സ്ത്രീ പറയാണ്, ഞാൻ ഒരു മുറിയിൽ സാധനങ്ങളൊക്കെ അടുക്കി വയ്ക്കുന്ന മുറിയിൽ ചെന്നപ്പോൾ ഞാൻ പതുക്കെ ദൂരെ നിന്ന് കണ്ടു ഒരു എലി ചത്തു ചീഞ്ഞ് ആ മുറിയിൽ കിടക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പഴയതുപോലെ ഒന്ന് കുനിഞ്ഞ് ഓടിച്ചെന്ന് ഒരു ചൂലെടുത്ത് അടിക്കണം ആഗ്രഹിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കത് പറ്റുന്നില്ല. ആ ദുർഗന്ധം എൻ്റെ മൂക്കിലേക്ക് അടിച്ചിട്ട് ഉച്ച കഴിഞ്ഞ് എൻ്റെ ജീവിത പങ്കാളി വരുന്നത് വരെ ഞാൻ ആ ദുർഗന്ധം അടിച്ച് എൻ്റെ മുറിയിലിരുന്നു. എൻ്റെ നിസ്സഹായ അവസ്ഥ ആ സ്ത്രീ എന്നോട് പറയാണ്. എനിക്കതോർത്ത് എനിക്ക് കരയാനേ പറ്റിയുള്ളൂ. അതുപോലും സാധിക്കാത്ത രീതിയിൽ ഞാൻ ദുർബലയായി മാറിയല്ലോ ഈശോയെ എന്ന്. എന്നിട്ട് ഈ അമ്മ പറയാണ്, അച്ഛനെ വിളിച്ചത് എൻ്റെ കാര്യത്തിന് വേണ്ടിയല്ല. എൻ്റെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി യോട് അച്ഛൻ പറയണം ഞാൻ പോകാൻ സമയമായി, അതിനുവേണ്ടി അവരോട് ഒരുങ്ങണം, അവർക്ക് ധൈര്യം കിട്ടാൻ വേണ്ടി. അപ്പം ഇത് ക്രിസ്തീയ ജീവിതത്തിൽ ഈ ചില സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ അനുഭവിക്കുന്നുണ്ട്. കാരണം അവർക്കിത് ഈ പാനപാത്രം കുടിക്കേണ്ടതായിട്ടുണ്ട്, ഈ മരണം സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് അത് സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഉറ്റവരെയും ഉടയവരെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ വേർതിരിഞ്ഞ് എന്ന് പറഞ്ഞാൽ മരണത്തെക്കുറിച്ചുള്ള അറിയുന്ന അല്ലെങ്കിൽ ഏതാനും നാളുകൾ ഒരു മാരകമായ രോഗത്തിന് അടിമകളായിരിക്കുന്നവർ, അങ്ങനെയുള്ളവരൊക്കെ ഈ സുവിശേഷ അല്ലെങ്കിൽ ഈ കാര്യം കേട്ടുകൊണ്ടിരിക്കുന്നു. അവർ ഈശോയോട് പറയുന്നത്, കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ ഒന്ന് വിട്ടുമാറണം. അപ്പം ഏറ്റവും കൂടുതൽ ക്രൈസ്തവ ജീവിതത്തിൽ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ദിവ്യരഹസ്യങ്ങളാണ് ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളെന്ന് നമ്മൾ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതായത് കർത്താവ് നൽകുന്ന വില എന്ന് പറഞ്ഞത് നമുക്കറിയാം. തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി സമ്മതം കൊടുക്കുന്ന പുത്രൻ നൽകുന്ന വിലയാണ് പിന്നീട് വരുന്ന രഹസ്യങ്ങളിൽ നമ്മൾ ധ്യാനിക്കുക. അതെ, പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. എൻ്റെ പിതാവേ, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകുമെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ. പിന്നീട് കാണുന്നത് ഈ ഹിതം നിറവേറ്റാൻ തീരുമാനമെടുക്കുന്ന ഈശോയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് രണ്ടാമത്തെ രഹസ്യത്തിൽ നമ്മൾ കാണുന്നത്. അതായത് പീലാത്തോസിൻ്റെ അരമനയിൽ ഈശോ അടിയേൽക്കുകയാണ്. ഈശോ ഏൽക്കുന്ന അടികൾ പിതാവിൻ്റെ ഹിതമാണ്. ഈ പുത്രൻ സ്വന്തം ശരീരത്തിൽ പീഡകൾ ഏറ്റെടുക്കുന്നു. അതായത് അവൻ്റെ ശരീരത്തിൽ അവർ ഉഴവ് ചാല് പോലെ ഉഴുതു മറിച്ചു എന്ന് നമ്മൾ വായിക്കുന്ന പോലെ അവൻ്റെ ശരീരം മുഴുവൻ അടികളേക്കുന്നു, മുൾക്കിരീടം ചാർത്തപ്പെടുന്നു. അതിന് തൊട്ടുമുമ്പായിട്ട് ഈ രണ്ടാമത്തെ രഹസ്യത്തിൽ മുഴുവൻ എന്താണ്? അപമാനത്തിലൂടെ, നിന്ദനത്തിലൂടെ, പീഡാസഹനങ്ങളിലൂടെ ക്രിസ്തു കടന്നു പോകുന്നത്. സഹനം അതിന് വലിയൊരു മഹത്വത്തിലേക്ക് മാറ്റാനായിട്ട് ഈ രഹസ്യം നമുക്ക് ധ്യാനിക്കണം പ്രിയപ്പെട്ടവരെ. കുറ്റബോധം, അനുതാപം അല്ലെങ്കിൽ പരിഹാരം, ഇതെല്ലാം ഈ രഹസ്യത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുകയാണ്. ഈശോ ഏറ്റെടുക്കുന്ന അപമാനങ്ങൾ, അവൻ ഏറ്റെടുക്കുന്ന സഹനങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇതാ മനുഷ്യൻ എന്ന് പറഞ്ഞ് വിളിക്കപ്പെടുന്ന ഒരു തലം വരെ ഈ രഹസ്യങ്ങളിൽ കർത്താവ് ദൈവസ്നേഹം മാത്രമല്ല ഇതിനകത്തുള്ളത്,
കർത്താവിൻ്റെ സഹനങ്ങൾ, മനുഷ്യൻ്റെ തന്നെ നിസ്സാരത ഈ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നിന്ദനങ്ങൾ ഏറ്റെടുക്കുന്ന ആളുകൾ, ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷ ഏറ്റെടുക്കുന്ന കർത്താവ്, ഒരു തെറ്റും ചെയ്യാതെ മൂന്നാമത്തെ രഹസ്യം മുൾക്കിരീടം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇവനാണ് രാജാവ് എന്നും പറഞ്ഞുകൊണ്ട് മുൾക്കിരീടം അവൻ്റെ തലയിലേക്ക് ചാർത്തുകയാണ്. ചുവന്ന വസ്ത്രം ധരിപ്പിച്ച് അവനെ കളിയാക്കപ്പെടലുകൾ. ഇത് മനുഷ്യജീവിതത്തിലൂടെ ആളുകൾ കടന്നു പോകുന്ന വലിയൊരു കാര്യങ്ങളാണിത്. വലിയ കാര്യങ്ങൾ തന്നെയാണ് അവരുടെ സഹനത്തിൽ സംഭവിക്കുന്നത്. ഇതാണ് പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ തീരുമാനമെടുത്താൽ പിന്നെ ഈ സഹനങ്ങൾ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. മൂന്നാമത്തെ രഹസ്യത്തിൽ നമ്മൾ കാണുന്നത് പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് തന്നെ നമ്മിലെ അഹന്തയും അഹങ്കാരവും ഒക്കെ എളിമപ്പെടുത്താൻ ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമുക്ക് കഴിയണം. കാരണം എന്താ, സമൂഹത്തിൽ ഒരുപക്ഷെ അപമാനിക്കപ്പെടുന്നവർ, കുറ്റം ആരോപിക്കപ്പെടുന്നവർ, ഒരു തെറ്റും ചെയ്യാതെ മറ്റുള്ളവരുടെ നിന്ദിക്കപ്പെടുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ, ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ വിവിധ മാധ്യമങ്ങളിലൂടെ ചില തെറ്റ് ചെയ്യാത്തവർ അപമാനിക്കപ്പെടുന്നുണ്ട് വാശിയുടെ ഭാഗമായിട്ട്. ഇതൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കണം. അത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആരോടെങ്കിലൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലൊക്കെ അപമാനിക്കുന്ന രീതിയിൽ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരെ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, അത് ശാരീരികമായ ഉപദ്രവം മാത്രമല്ല, മാനസികമായിട്ട് അവരുടെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന രീതിയിലുണ്ടായിട്ടുണ്ടെങ്കിൽ, സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് പ്രത്യേകമായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ 27-ാം അധ്യായത്തിൽ 29-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ. കാരണം എന്താണ്, അവർ ഒരു മുൾക്കിരീടം മെടഞ്ഞ് അവൻ്റെ ശിരസിൽ വെച്ചു, വലത്ത് കൈയിൽ ഒരു ഞാങ്ങണയും കൊടുത്തു, അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞ് അവർ അവനെ പരിഹസിച്ചു. ശരിക്കും ആ മുൾക്കിരീടം അവരറിയുന്നില്ല പ്രപഞ്ചത്തിൻ്റെ രാജാവാണ് ഈ ദൈവം എന്നുണ്ടെങ്കിലും അവൻ ധരിക്കുന്നത് മുൾക്കിരീടം, അവനെ പരിഹസിക്കുകയാണ്. ഇന്നും സുവിശേഷ വേല ചെയ്യുന്നവർ അല്ലെങ്കിൽ ദൈവരാജ്യത്തെ പ്രതി പല സഹനങ്ങൾ ഏറ്റെടുക്കുന്നവരിന്ന് കളിയാക്കപ്പെടുന്നുണ്ട്. ഒരുപാട് പേര് നല്ല ജീവിതം നയിക്കുന്നവർ, സഭാത്മകമായ ജീവിതം നയിക്കുന്നവർ, പള്ളിയിൽ മുടങ്ങാതെ പോകുന്ന കുടുംബങ്ങൾ, ആരാധനയിൽ വളരെ ഗൗരവത്തോടെ പങ്കെടുക്കുന്നവർ, ആത്മീയ കാര്യങ്ങളിൽ ശുഷ്കാന്തിയുള്ളവർ, അവരെല്ലാം ഇന്ന് അപമാനിക്കപ്പെടുന്നുണ്ട്, പരിഹസിക്കപ്പെടുന്നുണ്ട് മറ്റുള്ളവരെക്കാൾ. എന്നും നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്നും എന്തിനാ ജപമാല ചൊല്ലുന്നത്? ഇങ്ങനെ സഹിച്ചിട്ട് നിങ്ങൾക്ക് ദൈവത്തെ ഒന്ന് തള്ളിപ്പറഞ്ഞുകൂടെ? ജോബിനോട് ഭാര്യയും കൂട്ടുകാരുമൊക്കെ ആവശ്യപ്പെടുന്ന പോലെ ജോബിനോട് എന്തെല്ലാം രീതിയിലാണ് ആൾക്കാർ, നീ നിന്റെ ദൈവത്തെ ഒന്ന് തള്ളിപ്പറ. ഇത്രമാത്രം സഹനം കേട്ടിട്ടും നീ എന്തിനാ ദൈവം തന്നു ദൈവം എടുത്തു എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്? നിനക്ക് നാണമില്ലേ ഇനി ഈ ദൈവത്തെ ആരാധിക്കാൻ? പക്ഷെ നമ്മുടെ ഒരുപാട് ആളുകൾ ഇന്നും വളരെ സന്തോഷം തോന്നും എത്ര സഹനം വന്നിട്ടും. ചില കിടപ്പ് രോഗികളെ കാണാൻ പോകുമ്പോൾ ഇടുക്കിയിലുമുണ്ട് ചില അങ്ങനെയുള്ള വർഷങ്ങളായിട്ട് 10, 15, 20, 30, 35 ഒക്കെ വർഷങ്ങളായിട്ട് കിടക്കുന്നവർ. അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വലിയൊരു ആനന്ദമാണ്. അവർ മറ്റുള്ളവരെല്ലാം ഈ ജീവിതത്തെ തള്ളിപ്പറയാൻ പറ്റുമ്പോൾ, ദൈവം നിങ്ങളെ എന്താ ശപിച്ചതാണോ, നിങ്ങൾക്ക് എന്താ ഇങ്ങനൊരു സഹനം ഒരു മാറ്റമില്ലാത്ത ചോദിക്കുമ്പോഴും ഈ പരിഹാസം ഏറ്റെടുക്കുമ്പോഴും അവരത് സന്തോഷത്തോടെ സ്വീകരിക്കുക. അത് ഈ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ ധ്യാന വിഷയമാക്കിയാലേ നമുക്കത് ലഭിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. അങ്ങനെ സഹിക്കാനുള്ള ശക്തി 4-ാമത്തെ രഹസ്യത്തിൽ നമ്മൾ കാണുക കാൽവരിയുടെ മലമുകളിലേക്ക് കർത്താവിൻ്റെ കുരിശ് യാത്ര. അവൻ മരണത്തിന് വിധിക്കപ്പെട്ട ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകാൻ വേണ്ടി കർത്താവ് തന്നെ താഴ്ത്തിക്കൊണ്ട് ഈ കുരിശു മരണത്തിൻ്റെ ഉള്ള യാത്ര, അത് പലപ്പോഴും പല ജീവിതങ്ങളിൽ നടത്തുന്നൊരു യാത്രയാണ്. ഞാൻ ഒരിക്കലും മറ്റൊരു സംഭവം ഓർക്കും. ഈ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ ഒരുപാട് സങ്കട കഥകളൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. വീട്ടിൽ ജീവിത പങ്കാളിക്ക് മാനസികരോഗം, മക്കൾക്ക് മുഴുവൻ മാനസികരോഗവും അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള അവസ്ഥ. ഒരു അപ്പൻ തന്നെ കുടുംബത്തിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു. ആ സഹോദരൻ വന്ന് പറഞ്ഞൊരു കാര്യം ഇതാണ്, ആകെ വരുമാന മാർഗമുണ്ടായിരുന്നത് 1-2 ആടുകളും അല്ലെങ്കിൽ ഒരു പശുവുമാണ്. പശുവിന് രോഗം, ആടുകൾ രണ്ടും കറവയുള്ള 2 ആടുകൾ അത് തൊഴുത്തിൽ രാവിലെ ചെന്നപ്പോൾ കൂട്ടിൽ ചത്ത് കിടക്കുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. വീട്ടിലെ അവസ്ഥ ഇതാണ്. വർഷങ്ങളായിട്ട് ഞാൻ സന്തോഷത്തോടെ ഒരിക്കലും ഞാൻ പരാതിപ്പെട്ടുകൊണ്ട് പോയിട്ടില്ല. കാരണം ഇതൊക്കെ എൻ്റെ സമ്പാദ്യങ്ങൾ, ഇതുകൊണ്ടൊക്കെ ഇവരെ സംരക്ഷിക്കാനായിട്ട് എനിക്ക് പറ്റുമായിരുന്നു, എൻ്റെ മക്കളെയും എൻ്റെ ജീവിത പങ്കാളിയെയും. ഈ കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന പോലെ യാത്ര ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, വ്യക്തികളുണ്ട്.
അവർക്കെല്ലാം ഇതൊരു ആശ്വാസമായിട്ട് മാറണം. ഈ കർത്താവിൻ്റെ ഈ പീഡാസഹനത്തെ ധ്യാനിക്കുന്ന ഈ ദുഃഖകരമായ രഹസ്യങ്ങൾ ചെല്ലുമ്പോൾ കർത്താവ് കടന്നുപോയതുപോലെയുള്ള ചില സഹനങ്ങൾ ഇന്ന് വർഷങ്ങളായിട്ട് ചില കുടുംബങ്ങളിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് കാരണങ്ങളോ അവരെ ആശ്വസിപ്പിക്കാൻ വാക്കുകളോ ഇല്ലാത്ത വെറോനിക്ക കർത്താവിനെ ആശ്വസിപ്പിക്കാൻ വരുന്നതും മാതാവ് കണ്ടുമുട്ടുന്നതൊക്കെ ഈ കുരിശിൻ്റെ വഴിയിൽ നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാന വിഷയമാക്കുന്ന സ്ലീവാപാതയിലൊക്കെ. പ്രിയപ്പെട്ടവരെ, ഈ 5-ാമത്തെ രഹസ്യത്തിലേക്ക് എത്തുമ്പോൾ ഈശോ കാൽവരി മലമുകളിൽ ചെന്ന് കഴിയുമ്പോൾ കുരിശിൽ തറയ്ക്കപ്പെടുന്ന കർത്താവ്. അപ്പം ഈ ക്ഷമയുടെ പൂർണ്ണ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവനെന്ന് പറഞ്ഞതിൻ്റെ കർത്താവ് അതിൻ്റെ എപ്രകാരം എപ്പോഴാണ് നിങ്ങൾ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങളെ എത്രമാത്രം വേദനിപ്പിച്ചാലും നിങ്ങൾക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിലും കർത്താവ് പറയുന്നത് തൻ്റെ മാറിലേക്ക് കുന്തം കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചവനെയും തന്നെ ഏതെല്ലാം രീതിയിൽ പേടിപ്പിച്ച പടയാളികളോടും തന്നെ കളിയാക്കുന്നവരോടും തന്നെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞ ജനത്തോടും എല്ലാം കർത്താവ് പറയാണ്, ഇവർ ചെയ്യുന്ന അർത്ഥത്തിൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് ക്ഷമ നൽകുകയും ചെയ്യുന്ന ദൈവത്തെ നമ്മൾ ഈ രഹസ്യങ്ങളിലൊക്കെ ധ്യാനിക്കുക. ഏറ്റവും ഒരു പക്ഷേ മനുഷ്യർ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ഈ കരുണയുടെ ജപമാല, ഈശോയുടെ അതിദാരുണമായ, നമ്മൾ ആദ്യം പാടി പ്രാർത്ഥിച്ചതുപോലെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി. കാരണം മനുഷ്യ ജീവിതത്തിൽ ഈ സഹനങ്ങൾ അനിവാര്യമാണ്. പെട്ടെന്നുണ്ടാകുന്ന ചില മരണം, പ്രതീക്ഷിക്കാത്ത നേരത്തുണ്ടാകുന്ന ചില അപകടങ്ങൾ, പ്രിയപ്പെട്ടവരുടെ വേർപാടും അവരുടെ വലിയ സഹനങ്ങളും നമ്മളെ ഒരുപാട് ദുഃഖത്തിലാഴ്ത്തും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോട് ചേർന്നിരുന്നു കൊണ്ട് യേശുവിൻ്റെ മരണം ജീവിതത്തിൽ പകർത്താൻ, മറിയത്തിനോട് ചേർന്ന് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ, ഈ സഹനങ്ങളുടെ സമയത്ത് പതറിപ്പോകാതെ, അതായത് ദൈവത്തിന് അവളോടൊത്ത്, അതായത് കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ചില സഹനങ്ങളുടെ സമയത്ത് തമ്പുരാനെ നമ്മുടെ ഹൃദയത്തോട് ചേർത്തിരുത്താനായിട്ട് ഈ രഹസ്യങ്ങൾ നമുക്ക് കഴിയണം. നമ്മൾ ഏറ്റവും കൂടുതൽ ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു പറഞ്ഞല്ലോ, കുരിശിൻ്റെ വഴി മുഴുവൻ ഇത് തന്നെയാണ്. ഈ സഹനങ്ങളുടെ സമയത്ത് അമ്മ മാതാവിനോട് ചേർന്നിരുന്നാൽ മാത്രമാണ് നമുക്കിതൊരു ആശ്വാസം ലഭിക്കുക. കാരണം പുത്രനെ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാനോട് പറയുന്നു, ഇതാ നിൻ്റെ അമ്മ. അമ്മയോട് പറയാണ്, ഇതാ നിൻ്റെ പുത്രൻ. ഈ കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിന് ലോകത്തോട്, തൻ്റെ അമ്മയോട് വലിയ സ്നേഹം, എല്ലാ മക്കളോടും എല്ലാ ശിഷ്യന്മാരോടും വലിയ സ്നേഹം. അവിടെ കിടന്നുകൊണ്ടും ദൈവം ആരെയും അനാഥരായിട്ട് വിടുന്നില്ല. ആരെയും ഒഴിവാക്കാനായിട്ട്, ആരെയും അവന് ഒരു അനാഥത്വം പേറാനായിട്ട് ദൈവം വിടുന്നില്ല. യോഹന്നാൻ്റെ സങ്കടം, മറ്റു സ്ത്രീകൾ മഗ്ദലിന കാര്യം അറിയവും, ആ കുരിശിൻ്റെ ചോട്ടിൽ നിന്നിരിക്കുന്നവരെന്നും ഈശോ വെറുതെ അനാഥരായിട്ട് വിടാൻ നോക്കുന്നില്ല. അതുകൊണ്ട് നമുക്കും ഈ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ ഓർക്കണം, സഹനത്തിലൂടെ കടന്നുപോയാലും സഹിക്കാനുള്ള ശക്തി കർത്താവ് തരും. പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ചില സഹനങ്ങളിൽ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, ഈശോ കുരിശിൽ മരിച്ചത് അവന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. ചിലരുടെ സഹനങ്ങൾ ആ കുടുംബത്തിന് വേണ്ടിയാകട്ടെ. നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് മുട്ടുകുത്തിക്കൊണ്ട് തമ്പുരാൻ്റെ അനന്തമായ കരുണ സ്വീകരിക്കാൻ, ആ കുരിശിൽ നിന്നൊഴുക തിരുരക്തത്താൽ കഴുകപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. കഥനത്തിൻ കാൽവരി തന്നിലായി സഹനത്തിൻ സാക്ഷിയായി നീ നിന്നു. നൊമ്പരം തൂകുന്ന വെൺമഴ കനിവായി ഹൃത്തിൽ നീയേറ്റല്ലോ മരിയേ. അമലേ അമലോത്ഭവേ കന്യേ സർവം ഹൃദയേ സംഗ്രഹിച്ചവളേ. ഇന്നേ ദിവസം സൽക്രിയയായിട്ട് എല്ലാ സഹനങ്ങളിലൂടെയും കടന്നു പോകുന്നവർ, വ്യത്യസ്തമായ സഹനങ്ങളുണ്ട്. ശാരീരികമായത്, മാനസികമായത്, ആത്മീയമായ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളിലെ ഏതെങ്കിലും ഒരു രഹസ്യം, ഒരു സ്വർഗസ്നായുതാവും 10 നന്മ നിറഞ്ഞ മറിയവും ഒരു തൃത്വസ്തുതിയും ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം. ഒപ്പം തന്നെ നമുക്ക്
സുഹൃദയമം പോലെ ചൊല്ലാം. രക്ഷകൻ്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകൻ്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എല്ലാ സഹനങ്ങളിലൂടെയും കടന്നു പോകുന്നവരെ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം പരിശുദ്ധ അമ്മയ്ക്ക് കാഴ്ചവെക്കാം. അമ്മ വഴി ക്രൂശിതനായ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. മരിയേ അമലേ അമലോത്ഭവേ കന്യേ സർവം ഹൃദയേ സംഗ്രഹിച്ചവളേ. ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ മാധ്യസ്ഥം തേടിക്കൊണ്ടും ഈശോയെ ദിവ്യകാരുണ്യ ഹൃദയത്തിന് ആത്മാക്കളെ സമർപ്പിച്ചുകൊണ്ടും ഏറെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുവാൻ, ധൈര്യപൂർവ്വം ചോദിക്കാൻ, കർത്താവിൽ നിന്ന് വൻ കാര്യങ്ങൾ നേടുവാൻ ആഗ്രഹിച്ചുകൊണ്ടും നന്നായി പ്രാർത്ഥിക്കുവാനും ഈശോ പഠിപ്പിക്കുന്നത് പോലെ പ്രാർത്ഥിച്ച് ദൃഢമായ വിശ്വാസത്തോടെയും കരുത്തോടെയും നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. കാരണം കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിന്നോടൊപ്പമുണ്ട്, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഒരു നാളും ഉപേക്ഷിക്കാത്ത ആ സ്നേഹമാണ് നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നത്. യുഗാന്ത്യം വരെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ഈ ദിവ്യകാരുണ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പരിശുദ്ധ കുർബാന ഉള്ളിടത്തോളം കാലം ഈ ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യവും നമ്മുടെ കൂടെയുണ്ട്. കാരണം കർത്താവിൻ്റെ മഹത്വത്തിനും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനുമായി നിർമ്മല ഹൃദയത്തോടെ നാം ചെയ്യുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക. പിതാവിൻ്റെ മഹത്വത്തിനായും ഈശോയുടെ മഹത്വത്തിനുമായും നിർമ്മല ഹൃദയത്തോടെ നാം എന്ത് ചെയ്താലും എന്ത് ചോദിച്ചാലും അത് അനുഗ്രഹിക്കപ്പെടും. കാരണം ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങളിൽ ഗത്സമൻ തോട്ടത്തിൽ വെച്ച് നമ്മൾ കാണുന്ന കാഴ്ച ഇതാ. പുത്രൻ പിതാവിൻ്റെ മഹത്വത്തിനായി പിതാവിനെ അനുസരിക്കാൻ തയ്യാറാകുന്നു. പിതാവായ ദൈവത്തെ അനുസരിക്കാൻ പുത്രനായ ദൈവം തയ്യാറാകുന്നു. കാരണം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ തയ്യാറാകുന്നു. അമ്മയും ആ വീട്ടിൽ വെച്ച് നസറത്തിലെ കൊച്ചു വീട്ടിൽ വെച്ചും അമ്മയും സമ്മതിച്ചതാണ്, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം, പിതാവിൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ആദ്യ മാതാപിതാക്കള് പിശാചിൻ്റെ ഇഷ്ടത്തിനാണ് സമ്മതം കൊടുത്തെങ്കിൽ പരിശുദ്ധ അമ്മ രണ്ടാമത്തെ ഹവ്വയായ മറിയം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമ്മതം കൊടുത്തു. അവളിൽ നിന്ന് പിറന്ന പുത്രനായ ക്രിസ്തുവും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഉത്തരം നൽകി. നമുക്കും പിതാവിൻ്റെ മഹത്വത്തിനായി പുത്രനെ സ്നേഹിച്ചുകൊണ്ട് ചോദിക്കുന്നതെല്ലാം നമുക്ക് നൽകാം. നമ്മൾ നിർമ്മല ഹൃദയത്തോടെ എന്തപേക്ഷിച്ചാലും അത് കർത്താവ് തരും. ഒറ്റ കാര്യം ഈശോ ആവശ്യപ്പെടുന്നുള്ളൂ, എൻ്റെ ഇഷ്ടം നിറവേറ്റുക. ആ ഗത്സമൻ തോട്ടത്തിൽ വെച്ച് ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഇതാ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഈ ആഗ്രഹത്തോടെ കർത്താവിലേക്ക് നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും, നമ്മുടെ എല്ലാ സങ്കടങ്ങളും, പരാതികളും, പ്രശ്നങ്ങളും, അസ്വസ്ഥതകളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ആരാധനയിൽ ഈ കേട്ട ദിവ്യ രഹസ്യങ്ങളുടെ ചിന്തകളിൽ നിന്ന് ഈ ആരാധനയിലേക്ക്, ഈശോയിലേക്ക് ഈ രോഗം, സഹനം, അപകടം, നിരാശ, ഒറ്റപ്പെടൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാം. കരങ്ങളൊന്ന് ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട്, ഈശോയിലേക്കൊന്ന് നീട്ടിപ്പിടിച്ചുകൊണ്ട്, എൻ്റെ ഈശോയെ ഇതാ നിർമ്മല ഹൃദയത്തോടെ, ഇതാ വലിയ ആഗ്രഹത്തോടെ പിതാവിൻ്റെ മഹത്വത്തിനായി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. പുത്രനായ ഈശോയുടെ മഹത്വത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മഹത്വത്തിനായി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളിതാ പരിപൂർണമായ സമർപ്പണം നടത്തി ഈശോയെ നിന്റെ പക്കലേക്ക് ഞങ്ങളുടെ പരാതികൾ, പ്രശ്നങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ ആരാധന ആരാധന ആരാധന. തിരുമുറിവുകളെ തിരുമുറിവുകളെ ഈശോനാഥന്റെ തിരുമുറിവുകളെ 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 ഈശോനാഥന്റെ തിരുമുറിവുകളെ പഞ്ചക്ഷതത്തിൻ നിണത്താലേ കഴുകൂ എന്നിലെ പാപക്കറകൾ മറച്ചിടണേ നിന്റെ മുറിവാലേ പെരുകുന്ന എന്നിലെ അപരാധങ്ങൾ പഞ്ചക്ഷതത്തിൻ നിണത്താലേ കഴുകോ എന്നിലെ പാപക്കറകൾ മറച്ചിടണേ നിന്റെ മുറിവാനേ പെരുകുന്ന എന്നിലെ അപരാധങ്ങൾ തിരുമുറിവുകളെ തിരുമുറിവുകളെ ഈശോനാഥന്റെ തിരുമുറിവുകളെ 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 ഈശോനാഥന്റെ തിരുമുറിവുകളെ ആരാധന ആരാധന ജീവിക്കും ദൈവമേ ആരാധന 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 സ്നേഹിക്കും ദൈവമേ ആരാധന 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 ദിവ്യകാരുണ്യമേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ശാന്തമായിട്ടിരിക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ മുഖത്തേക്ക് നമുക്ക് ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ തൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുന്നത് എന്താണെന്നറിയോ? നീ പരിഹാരങ്ങളുമായി എൻ്റെ പക്കലേക്ക് വരരുത്. നീ പരാതികളും നിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് എൻ്റെ പക്കലേക്ക് വരിക. ഗത്സമൻ തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്ന ഈശോ, എങ്ങനെ ഈ പാനപാത്രം ഒന്ന് നീക്കി തരണമേ. ഞാൻ നാളെ കുരിശെടുത്തോളാം. ഇന്ന് രാത്രിയിൽ ഞാൻ ചമ്മട്ടിയടി ഏറ്റുകൊള്ളാം. മുൾക്കിരീടം എൻ്റെ ശിരസിൽ ചാർത്തിക്കൊള്ളട്ടെ. സഹനത്തിൻ്റെ വഴിയിലൂടെ ഞാനിങ്ങനെ നീങ്ങിക്കൊള്ളാം എന്ന തീരുമാനങ്ങളൊന്നുമല്ല ഈശോ ആ ഗത്സമൻ തോട്ടത്തിൽ വെച്ച് പിതാവുമായിട്ടുള്ള ആ സ്നേഹ സംഭാഷണത്തിൽ നടത്തുന്നത്. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരോട് പറയുന്നത്, ഈ മണിക്കൂറിന് കടന്നു പോകാൻ എനിക്ക് സാധിക്കുന്നില്ല. അത്രത്തോളം ആത്മാവ് ഇങ്ങനെ മുറിയപ്പെട്ട അവസ്ഥ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഒരു നിസ്സഹായ അവസ്ഥ. മനുഷ്യത്വം കർത്താവ് വെടിയെന്ന് പറഞ്ഞ മാനുഷികമായ കർത്താവിൻ്റെ ആ ഒരു സമയം, മാനുഷിക തലങ്ങൾ വെടിയുന്ന സമയങ്ങൾ, ഒരു സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന കർത്താവിൻ്റെ മുഖം നമ്മൾ കാണുന്നു. ഇതുപോലെ ജീവിക്കുന്ന സമാനമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുമായി കഴിയുന്നവർ. ഈ ആരാധനയുടെ സമയത്ത് കർത്താവ് അവരുടെ ഹൃദയങ്ങളിൽ പുതിയ ഉൾക്കാഴ്ചകൾ നൽകട്ടെ. ഗത്സമൻ തോട്ടത്തിലിരിക്കുന്ന ഈശോ പിറ്റേ ദിവസം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുടെ
എല്ലാ കൃപകളും ശക്തിയും സ്വീകരിക്കുന്നത് കർത്താവ് എടുക്കുന്ന പരിഹാര മാർഗങ്ങൾ വഴിയല്ല, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ള തീരുമാനം വഴിയാണ്. അതാണ് ദിവ്യകാരുണ്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. പരിശുദ്ധ കുർബാനയ്ക്ക് ചെല്ലുന്നവരും ദിവ്യകാരുണ്യ സന്നിധിയിൽ ആരാധിക്കുന്നവരുമൊക്കെ പരിഹാരങ്ങളും എപ്രകാരമാണ് നാളെ ചെയ്യാൻ പോകുന്ന വഴികളും ചിന്തിച്ചുകൊണ്ടല്ല ചെല്ലേണ്ടത്. പകരം പരാതികൾ, പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ, നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ, വിഷയങ്ങൾ, ഇതുമായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരിക. പരിഹാരം കണ്ടെത്താൻ കർത്താവിനെ അനുവദിക്കുക. പുത്രനായ ഈശോ ചെയ്യുന്നതാ, പരിഹാരം കണ്ടെത്താൻ ഈ പാനപാത്രം എങ്ങനെ കുടിക്കണം എന്ന് എനിക്കറിയത്തില്ല, ഇതെന്താണ് ചെയ്യേണ്ടത്, നാളെ എന്താണ് സംഭവിക്കേണ്ടതെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ എന്താണ് പിതാവിൻ്റെ ഇഷ്ടം എന്നറിയത്തില്ല. അപ്പം അത് എന്താണെന്ന് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടിയാണ് രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നത്. നമുക്കും ഈ ആരാധനയിൽ പ്രത്യേകമായിട്ട് ഈ ഒരു നിയോഗം വയ്ക്കാം. കർത്താവേ, മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ഈ ഒരു സംഘർഷാവസ്ഥയിൽ, ഇതുപോലെ സംഘർഷപൂരിതമായ എൻ്റെ മനസ്സ്, എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, എന്നെ ഈ ജപമാല രാജ്ഞിക്കൊപ്പം എന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ചില പ്രത്യേക നിയോഗങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഇതിന് പരിഹാരം കണ്ടെത്തും? അല്ലെങ്കിൽ ഞാൻ തന്നെ ചില വഴികൾ, ഇത് നടന്ന് ഈ സ്ഥലക്കച്ചവടം ഇങ്ങനെ നടന്നിരുന്നെങ്കിൽ, ഇത്ര വിലയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ജോലിക്ക് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ രീതിയിൽ കാര്യങ്ങൾ നടന്നിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരുപാട് നമ്മളുടേതായ തീരുമാനങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളുടേതായ ഇതെല്ലാമാണ് നമ്മൾ ദൈവസന്നിധിയിൽ വയ്ക്കുന്നത്. പകരം കർത്താവ് പറയുകയാണ്, നീ പരാതികളും പ്രശ്നങ്ങളുമായിട്ട് വാ, പരിഹാരം നടത്തുവാൻ എന്നെ അനുവദിക്കുക. നിന്റെ പരിഹാരങ്ങൾ എനിക്ക് ആവശ്യമില്ല എന്നാണ് ഈശോ പറയുന്നത്. ദിവ്യകാരുണ്യനാഥൻ പറയുന്നതാ, നിന്റെ പരിഹാരങ്ങൾ, നിന്റെ ഹിതമല്ല അവിടെ നിറവേറേണ്ടത്. നീ സഹനങ്ങളും ചോദ്യങ്ങളും ആവശ്യങ്ങളും എല്ലാം കൊണ്ടുവരുമ്പോൾ കർത്താവിൻ്റെ കരുണാർദ്ര സ്നേഹം നിന്റെ ദൃഢവിശ്വാസത്താൽ കർത്താവ് മഹത്വപ്പെടുത്തും. കർത്താവിൻ്റെ കരുണാർദ്രമായൊരു സ്നേഹമുണ്ട്. ചോദ്യങ്ങളും അവസ്ഥകളും സാഹചര്യങ്ങളും വേദനകളും ഒക്കെ ആയിട്ട് വരുമ്പോൾ, ഗത്സമൻ അനുഭവം അതാണ് പ്രിയപ്പെട്ടവരെ. ഒരു കല്ലേറ് ദൂരം മാറിയിരുന്ന്, തൊട്ടടുത്ത് ശിഷ്യന്മാരുണ്ടെങ്കിൽ പോലും അവരിൽ നിന്നൊക്കെ മാറിയിരുന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഈശോയെ, നമ്മുടെയൊക്കെ സഹനങ്ങളിൽ ഇതുപോലെ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ പ്രാർത്ഥിക്കാതിരിക്കരുത്, ആരാധിക്കാതിരിക്കരുത്, ദേവാലയങ്ങളിൽ നിന്നും ദൈവശുശ്രൂഷയിൽ നിന്നും അകന്നു പോകരുത്. ഈ സങ്കടങ്ങളും പരാതികളുമായിട്ട് ഈശോയുടെ അടുക്കൽ ചെല്ലുക. എന്നിട്ട് ഈ ഉത്തരം പറയാൻ നമുക്കിടയാകട്ടെ, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഈശോയിലേക്ക് ഈ ഒരു വലിയ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് ഈ ആരാധനയുടെ സമയത്ത് കർത്താവ് അതിനുള്ള പ്രേരണ അനേകം വ്യക്തികൾക്ക് ഈ സമയം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകം മക്കള് ഈ ഒരു വലിയ കൃപ നിറയാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. പരിഹാരങ്ങൾ നമ്മളല്ല, കർത്താവ് കണ്ടെത്തട്ടെ. പ്രശ്നങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കർത്താവ് നൽകട്ടെ. നിന്റെ ജീവിതത്തിൽ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ അത് കർത്താവ് അത് നിറവേറ്റി തരട്ടെ. കാരണം നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ, നിന്റെ സഹകരണം കൂടാതെ ചെയ്യാൻ പറ്റുമെങ്കിലും നിനക്ക് വേണ്ടതെല്ലാം ആവശ്യ സമയത്ത് കർത്താവ് നൽകും. നീ ചോദിക്കുക, നീ അന്വേഷിക്കുക, നീ കണ്ടെത്താൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് അതെല്ലാം നിനക്കായി നേടിത്തരും. മക്കൾക്ക് ഇഷ്ടമുള്ള ദാനങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന ദൈവം നിന്റെ പരാതികൾ, നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ നൽകും. നിന്റെ ആവശ്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് അവിടുന്ന് സഹായിക്കും. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ഈ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നീ ഒറ്റ പ്രാർത്ഥന നടത്തിയാൽ മതി. കർത്താവേ, നിന്റെ ഹിതം നിറവേറട്ടെ, ഈശോയെ നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഈ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, കർത്താവിനെങ്കിലേക്ക് കരങ്ങൾ ഉയർത്തി എല്ലാ സഹായവും അത്യുന്നതനായ ദൈവത്തിൽ നിന്ന്, സ്വർഗത്തിൽ അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. 73 സങ്കീർത്തനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല, ഭൂമിയിലും അങ്ങയല്ലാതെ ഞങ്ങൾ മറ്റാരെയും ആരാധിക്കുന്നില്ല. ആ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കരങ്ങൾ അടിച്ചു ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ച്
എല്ലാ കാര്യങ്ങൾക്കും കർത്താവിന്റെ പക്കൽ ഉത്തരമുണ്ട് മക്കളെ. എല്ലാ ചോദ്യങ്ങൾക്കും കർത്താവിന്റെ പക്കൽ ഉത്തരമുണ്ട്. നിന്റെ പ്രശ്നങ്ങൾക്ക് അവന്റെ പക്കൽ പരിഹാരമുണ്ട്. നിന്റെ ആവശ്യങ്ങൾ ഈശോ അറിയുന്നുണ്ട്. നിന്റെ ആവശ്യങ്ങൾ തമ്പുരാൻ കാണുന്നുണ്ട്. നീ അതുമായിട്ട് തമ്പുരാന്റെ പക്കലേക്ക് വാ. കർത്താവിനെ ആരാധിക്കാൻ വാ. ഈശോയുടെ മുമ്പിൽ വന്ന് ശാന്തമായിട്ടിരിക്കുക. നിന്റെ കണ്ണുനീര് പൊഴിക്ക്, ശാന്തമായി പ്രാർത്ഥിക്കുക. ദൈവം നിന്റെ മേൽ മാലാഹമാരെ അയച്ച് നിന്റെ സാന്നിധ്യം നിറച്ച് നിന്നെ അനുഗ്രഹിക്കും. ആഗ്രഹത്തോടെ വിശ്വാസത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾ കേകും, അധിക ബലം നിന്റെ അസ്ഥികൾ കേകും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നീയായിത്തീരും, തേനരുവി പോലായിത്തീരും. നീയായിത്തീരും, തേനരുവി പോലായിത്തീരും. നീയായിത്തീരും, തേനരുവി പോലായിത്തീരും. കരങ്ങൾ അടിച്ച് കർത്താവ് നിന്റെ ജീവിതത്തിന്റെ സഹനങ്ങളൊക്കെ കാണുന്നവൻ. നിന്റെ ചോദ്യങ്ങൾ, പ്രശ്നങ്ങൾ, ഭയങ്ങൾ എല്ലാം കർത്താവിന്റെ പക്കൽ കൊണ്ടുവരിക. കർത്താവ് അവയിൽ ശ്രദ്ധിക്കാം എന്ന് ഈശോ പറയാം. ഈ ദിവ്യകാരുണ്യനാഥൻ പറയാ, ഞാൻ അവയിൽ ശ്രദ്ധിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ ഈ രാത്രിയെ കർത്താവ് പകൽ പോലെ പ്രകാശിപ്പിക്കും. അന്ധകാരം അതിൽ തന്നെ ഇരുട്ടല്ല. വഹിക്കാൻ അപ്പുറമുള്ള ഒരു ഭാരമില്ല. ഏതെല്ലാം സഹനങ്ങൾ നമ്മളുണ്ടെങ്കിലും കർത്താവിന്റെ പക്കൽ കൊണ്ടുവരിക. കർത്താവ് നിന്നെ മറ്റൊരാളായി രൂപാന്തരപ്പെടുത്തും. കരങ്ങളടിച്ച് ഈശോയെ ആരാധിക്കാം. കർത്താവ് ഒരു തേനരുവി പോലെ നിന്റെ ജീവിതത്തെ മാറ്റും. നിന്റെ പുരാതന നഷ്ടങ്ങളെല്ലാം പുനരുദ്ധരിക്കും അവൻ. ആമേൻ. പുതുതായി പണിയും നിൻ വിരലുകളാൽ അനവധി തലമുറകൾ. നിന്റെ പുരാതന നഷ്ടങ്ങളെല്ലാം പുനരുദ്ധരിക്കും അവൻ. പുതുതായി പണിയും നിൻ വിരലുകളാൽ അനവധി തലമുറകൾ. നീയൊരു പുലരി വെളിച്ചം പോലെ ഒട്ടിവിരിഞ്ഞുയരും. നീയൊരു പുലരി വെളിച്ചം പോലെ ഒട്ടിവിരിഞ്ഞുയരും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾ കേകും, അധിക ബലം നിന്റെ അസ്ഥികൾ കേകും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നീയായിത്തീരും, തേനരുവി പോലായിത്തീരും. നീയായിത്തീരും, തേനരുവി പോലായിത്തീരും. നീയായിത്തീരും, തേനരുവി പോലായിത്തീരും. ആരാധന, 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 അങ്ങേക്ക് ആരാധന. ആരാധന, 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 അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂ, ഹല്ലേലൂ, ഹല്ലേലൂയ, 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 ഹല്ലേലൂ, ഹല്ലേലൂ. ഇരുകരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ യേശുവേ. ആരാധന, ആരാധിക്കുന്ന മക്കളിലേക്ക് ദൈവത്തിന്റെ കൃപയൊഴുകട്ടെ. കർത്താവേ, അവിടുത്തെ സൗഖ്യം ഒഴുകട്ടെ. ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കട്ടെ കർത്താവേ. കർത്താവേ, അവരുടെ സംശയങ്ങൾ അവിടുന്ന് ദൂരീകരിക്കട്ടെ. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തട്ടെ കർത്താവേ. അവരുടെ ഭാരങ്ങൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആരാധന 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 ആരാധന. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ, നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ നീയായിത്തീരും, തേനരുവി പോലായിത്തീരും, നീയായിത്തീരും, തേനരുവി പോലായിത്തീരും. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, അവിടുത്തെ ഹിതം എന്നിൽ നിറവേറട്ടെ. ഈശോ പറയുക, എനിക്ക് വഹിക്കാവുന്നതിലപ്പുറമുള്ള ഒരു ഭാരവും നിന്നിലില്ല. ഭാരത്താൽ വീണുപോയവരും എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. എനിക്ക് മാറ്റിക്കളയാനാവാത്തതായ ഒരു ഭാരവുമില്ല. ചുമട് വഹിച്ച് കുടുംബജീവിതത്തിൻ്റെ ഭാരങ്ങൾ വഹിച്ച് തളർന്നുപോയ ഒരുപാട് ആളുകളുണ്ട്. ശരിക്കും ഈ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളിലൂടെ കർത്താവ് കടന്നുപോയതുപോലെ ഇന്ന് ജീവിതത്തിൽ കടന്നു പോകുന്ന അനേകം മക്കളുണ്ട്. ദൈവഹിതം നിറവേറ്റാൻ തീരുമാനിച്ചുകൊണ്ട് ഗത്സമൻ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കർത്താവ് പിന്നെ ചമ്മട്ടിയടികളേക്കുന്നു. മുൾക്കിരീടം ചാർത്തപ്പെട്ട് പരിഹാസത്തിൻ്റെ രാജാവായി മാറുന്നു. തൻ്റെ കവിളത്തടിച്ചുകൊണ്ട് നിന്നെ അടിച്ചവൻ ആരാണെന്ന് പ്രവചിക്കുക എന്ന് പറയുന്നു. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ, രാജാവിനെ മുഖത്ത് തുപ്പിക്കൊണ്ടും അവൻ്റെ ചെകിട്ടത്തടിച്ചും ചാട്ടവാറുകൊണ്ട് പ്രഹരമേൽപ്പിച്ചും മുൾക്കിരീടം ചാർത്തിയും ദൈവഹിതം നിറവേറ്റാൻ പോയ തീരുമാനമെടുത്തവനെ പിന്നീട് അവൻ്റെ കാൽവരിയിലേക്കുള്ള യാത്ര അപ്രകാരമാണ്. ഭാരമേറിയ കുരിശ് അവൻ്റെ തോളിൽ വെച്ച് കൊടുക്കുന്നു. ഈ കർത്താവ് പറയുക, എനിക്ക് ഏറ്റെടുക്കാനാവാത്ത രീതിയിലുള്ള ഒരു ഭാരവും നിന്നിലില്ല മകനെ, മകളെ. നീ എൻ്റെ പക്കലേക്ക് വരിക, ദൈവഹിതം നിറവേറ്റാൻ തീരുമാനമെടുക്കുക. കാരണം ഞാൻ കുരിശിൽ മരിച്ചത് നിനക്ക് വേണ്ടിയാണ്. ഞാൻ സഹനങ്ങൾ ഏറ്റെടുത്തത് നിനക്ക് വേണ്ടിയാണ്. ഞാൻ ദിവ്യകാരുണ്യമായി മാറിയത് നിനക്ക് വേണ്ടിയാണ്. ദിവ്യകാരുണ്യമായി ഞാൻ എഴുന്നള്ളി വന്നിരിക്കുന്ന നിനക്ക് വേണ്ടിയാണ്. നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ കുരിശിൽ മരിച്ചത്. നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ പരിശുദ്ധ കുർബാനയായി മാറിയത്. ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നിന്റെ പരാതികൾ സ്വീകരിക്കാൻ, നിന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ, നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ, നിന്റെ ആവശ്യങ്ങൾ അറിയാനാണ് ഞാൻ എഴുന്നള്ളി വന്നിരിക്കുന്നത്. നീ എൻ്റെ പക്കലേക്ക് വരിക. ദൃഢമായ വിശ്വാസത്തോടും എല്ലാം വിട്ടു തന്നുകൊണ്ടും നീ എന്നോട് പ്രാർത്ഥിക്കുക. നിന്റെ ദുഃഖങ്ങൾ ഞാൻ അറിയുന്നുണ്ട്, നിന്റെ നൊമ്പരങ്ങൾ ഞാൻ കാണുന്നുണ്ട്, നിന്റെ കളിയാക്കപ്പെടലുകൾ, പരിഹാസത്തിൻ്റെ ആൾരൂപമായി നീ ഇന്ന് മാറിയിട്ടുണ്ടാകാം. കുടുംബത്തിലും കുടുംബ കൂട്ടായ്മകളിലും ഇടവുകളിലും സഭയിലും സമൂഹത്തിലും ഒക്കെ നീ ഇന്നൊരു പരിഹാസപാത്രമായിട്ടുണ്ടായിരിക്കാം. ദൈവരാജ്യത്തെ പ്രതി ഒരുപാട് സഹനങ്ങൾ നീ ഏറ്റെടുത്തിട്ടുണ്ടാകാം. എല്ലാം വിട്ടു തന്നുകൊണ്ട് നിന്റെ മനസ്സിലുള്ളത് നേടാൻ വേണ്ടി കർത്താവിനെ സമ്മർദ്ദത്തിലാക്കേണ്ട, കർത്താവിനങ്ങ് കൊടുക്കുക. കർത്താവിനോട് ഇങ്ങനെ സഹനത്തിൻ്റെ വഴിയിലൂടെ അല്ലെങ്കിൽ ശക്തമായിട്ട് ഇങ്ങനെ മൽപ്പിടുത്തം നടത്തേണ്ടതില്ല. ഈ കർത്താവിന് വിട്ടുകൊടുക്കുക. ചോദിക്കുവിൻ ലഭിക്കും. പ്രത്യാശയോടുകൂടി വിശ്വാസത്തോട് ചോദിക്കുക. തങ്ങൾക്ക് ചോദിച്ചതൊക്കെ ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് ശാഠ്യം പിടിക്കുന്ന മനോഭാവം അത് മാറുക. പൂർണ്ണമായും കർത്താവിന് നൽകുക. പരിശുദ്ധാത്മാവിൽ ചോദിക്കുക. ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. കാരണം നമുക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്തവൻ, ഈ ഭൂമിയിൽ ജീവിച്ച് തൻ്റെ മക്കൾക്ക് വേണ്ടി പാപത്തിൻ്റെ പരിഹാര ബലിയായി തീർന്നവൻ, എല്ലാത്തിനും അവൻ കുരിശിൽ അതിന് പരിഹാരം ചെയ്തിട്ടുണ്ട്. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്കാൻ തണലേകും നാഥനെ പിരിയുകില്ല. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്കാൻ
തണലേകും നാഥനെ പിരിയുകില്ല. ഇല്ല, ഞാനെങ്ങുമേ പോവുകില്ല. കുരിശിനരികിൽ നിന്നകലുകില്ല. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മളിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരം: കർത്താവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് സഹിക്കുന്നവരെ, രോഗികളുണ്ട്. ചിലപ്പോൾ ഈ രോഗങ്ങൾ സഹിക്കാനുള്ള ശക്തി ആണ് അവർക്ക് വേണ്ടി വരുന്നത്. ചിലരുടെ സഹനങ്ങൾ കുടുംബത്തിന് വേണ്ടിയാണ്, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടിയായിരിക്കാം ചില സഹനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അവരുടെ എല്ലാം പരാതികളും ആവരാധികളും അസ്വസ്ഥതകളും സഹനങ്ങളും എല്ലാം ഈശോയെ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് ലോകം മുഴുവൻ ആയിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളിതാ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ ഈ പരമപരിശുദ്ധ കൂദാശയിലേക്ക് ഞങ്ങളിതാ വിട്ടുതരുന്നു കർത്താവേ. അവിടുന്ന് ആശീർവദിക്കുമ്പോൾ, അവിടുത്തെ ആശീർവാദം കടന്നു ചെല്ലുമ്പോൾ അവർക്ക് ഉത്തരങ്ങൾ നൽകണമേ, പരിഹാരങ്ങൾ അവിടെ നിർദ്ദേശിച്ചു കൊടുക്കണമേ. അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അത് വിശ്വസിച്ചുകൊണ്ട് കർത്താവെ സഹിക്കാനുള്ള ശക്തി, ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ, ഗത്സമൻ തോട്ടത്തിൽ അവിടുത്തോട് പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ തീരുമാനമെടുത്തതുപോലെ ദൈവഹിതം നിറവേറ്റാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനോ നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, ആരാധന, ആരാധന. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ, കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെന്നപ്പായേ. കയ്യിലാണീ പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെന്നപ്പായേ, കാണുന്നെന്നപ്പായേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ സൽക്രിയ: വ്യത്യസ്ത സഹനങ്ങളിലൂടെ കടന്നുപോകുന്നവർക്ക് വേണ്ടി ദുഃഖത്തിന്റെ ദിവ്യരഹസ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ധ്യാനിച്ച് കാഴ്ചവെക്കാം. സുകൃത ജപം. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.